വയനാട്ടിലേക്കാണ്. ആടുകളെ വേട്ടയാടാൻ തുടങ്ങി 9 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും വനം വകുപ്പിനെ പിടികൊടുക്കാതെ പുൽപ്പള്ളിയിലെ കടുവ. ഇന്നലെ രാത്രി ആടിനെ കൊന്ന കടുവയെ തേടി വനംവകുപ്പ് ഒരുപാട് തെരച്ചിൽ നടത്തി നോക്കി, പക്ഷേ കണ്ടെത്താനായില്ല. ആടിക്കൊല്ലിയിൽ പുല്ലരിഞ്ഞവർ കടുവയെ കാണുകയും ചെയ്തു. കടുവ ദൗത്യത്തിനായി പുൽപ്പള്ളി പഞ്ചായത്തിലെ 3 വാർഡുകളിൽ ഇപ്പോൾ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമരക്കൊല്ലി തൂപ്രയിലെ ചന്ദ്രന്റെ ആടിനെയാണ് ഇന്നലെ രാത്രി കടുവ പിടികൂടിയത്. വീട്ടുകാർ ബഹളം വെച്ചതോടെ കടന്നു കളഞ്ഞു. ഭയങ്കര സൗണ്ട് കേട്ടപ്പം ഞാൻ ജനൽ തുറന്ന്, പുറത്തേക്ക് ഇറങ്ങാൻ പേടിയല്ലേ, അതുകൊണ്ട് ജനൽ തുറന്ന് വടി കൊണ്ട് അടിച്ചപ്പം പറഞ്ഞ് അങ്ങോട്ട് കൂടും പൊളിച്ച് അങ്ങോട്ട് ചാടി. ഞാൻ TV ന്യൂസ് കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒച്ചപ്പാട് കേട്ടത്, കൂട് പൊളിച്ച് അകത്ത് കയറിയത്. അപ്പോൾ പെട്ടെന്ന് ജനൽ തുറന്ന് നോക്കിയപ്പോൾ ഈ സാധനം ചാടി ഓടുന്ന കണ്ടു. വെറ്ററിനറി സംഘം മരുന്ന് നിറച്ച തോക്കുമായി കാത്തുനിന്നു. കൊന്നിട്ടയാടിനെ തേടി വന്നുപോയെങ്കിലും മയക്കുവെടി വെക്കാൻ കഴിഞ്ഞില്ല. ഈ ആടിനെ പിടിച്ച് കൊന്ന വീട്ടിൽ തന്നെ തമ്പടിക്കുകയും കടുവ വീണ്ടും വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അവിടെ വെച്ചിട്ട് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു. പക്ഷേ ഫലപ്രാപ്തി കണ്ടില്ല. കടുവ 1 കിലോമീറ്റർ അകലെയുള്ള ആടിക്കൊല്ലി ഭാഗത്തേക്ക് കടന്നു. വെള്ളക്കെട്ട് എന്ന സ്ഥലത്ത് പുല്ലരിഞ്ഞിരുന്ന പീറ്ററും ഭാര്യയും കടുവയെ നേരിൽ കണ്ടു. അങ്ങോട്ട് മാറിപ്പോയി ഈ ചാലിലേക്ക് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഒരു നടന്ന് വളരെ സ്ലോവിലാണ് നടന്നു വന്ന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു മീഡിയം വലിപ്പമുള്ളൂ, അധികം വലിപ്പം എന്ന് പറയാനില്ല സാധനം. RRT സംഘം തിരച്ചിലിനിറങ്ങി. ഡ്രോൺ പറത്തി. തക്കത്തിൽ കിട്ടിയാൽ മയക്കുവെടി എന്ന നിലപാടിലേക്ക് എത്തി വനംവകുപ്പ്. എന്നാൽ കടുവ കാണാമറയത്ത് തന്നെ. ദൗത്യത്തെ ബാധിക്കാതിരിക്കാൻ പുൽപ്പള്ളി 8, 9, 11 വാർഡുകളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 വയനാട്. ഈ സ്ഥലത്തെ ജനങ്ങൾ വല്ലാത്ത ഭീതിയിലാണ്. കാരണം എല്ലാവിധമായ ഒരുക്കങ്ങളും നടത്തുമ്പോഴും ഒരറ്റത്ത് ഒരുക്കങ്ങൾ നടക്കുന്നു, മറ്റേ അറ്റത്ത് കടുവ നാടിനെ കൊന്നു തിന്നുന്നു. അപ്പോൾ ഇത് കടുവ വളരെ അടുത്ത് തന്നെ ഉണ്ട് എന്നുള്ള തോന്നൽ അവിടുത്തെ ആളുകളെ വല്ലാത്ത ഭീതിയിലാക്കിയിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെച്ച് പിടിക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് രാവിലെ മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും അങ്ങനെ ആകട്ടെ എന്നാണ്.